വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ വായിക്കട്ടെ. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കേൾവിക്കാരായിട്ടുള്ള ഈ മക്കളെ വാഴ്ത്തണമേ, കൃപയിൽ പൊതിയണമേ. ബലഹീനായ അടിയനെ ബലപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിഞ്ഞ് വിഭാഗിച്ച് നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 25 മുതൽ 34 വരെയുള്ള വാക്യമാണിന്ന് ഏവൻഗേലിയോനായി വായിച്ചു കേട്ട ഭാഗം. അതോടൊപ്പം തന്നെ 1-2 പാഠവും ശ്ലീഹ വായനയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ വിചാരപ്പെടുന്നതിനെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. നിങ്ങൾ എന്തിന് വിചാരപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച്, വ്യാകുലപ്പെടുന്നത് എന്തിനാണ് എന്നുള്ളത് ചോദിക്കുന്ന ഒരു ചോദ്യത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ സഭ പഠിപ്പിക്കുന്ന ഭാഗം ആർജിക്കേണ്ട സ്വർഗീയ സമ്പത്ത് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഇന്ന് ലോകപ്രകാരം പല കാര്യങ്ങൾ നമുക്ക് നേടുവാൻ കഴിയും. ലോകപ്രകാരം ഒരുപാട് കാര്യങ്ങൾ സമ്പാദിക്കുവാൻ കഴിയും. എന്നാൽ ആർജിക്കേണ്ടതായിട്ടുള്ള സ്വർഗീയ സമ്പത്ത് എന്താണ് എന്നതാണ് ഇന്നത്തെ ഈ പ്രതിപാദ്യ വിഷയം ഇവിടെ പ്രതിപാദിക്കുന്നത്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഭാഗമാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ ഈ ഭാഗം നമ്മളെല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചു കേൾക്കുന്ന ഒരു ഭാഗമാണ്. സൃഷ്ടിയോടുള്ള ദൈവത്തിൻ്റെ കാര്യവിചാരകത്വം. നമ്മളെല്ലാവരെയും ലോകത്ത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് കാര്യവിചാരകരായിട്ടാണ്. അത് വിശുദ്ധ വിവാഹ ശുശ്രൂഷയിൽ മണവാളനെയും മണവാട്ടിയെയും മുമ്പിലോട്ട് വിളിച്ചിട്ട് അച്ഛൻ പറയും, നിങ്ങൾ ദൈവത്തിൻ്റെ കാര്യവിചാരകരാണ്, അതോടൊപ്പം തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകരാണ്. എന്നതിൻ്റെ കാര്യത്തിലാണ്? സമയം, പണം, കഴിവ്, ഇവയിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഗ്രഹവിചാരകരാണ് എന്നുള്ള പദം ഉപയോഗിക്കും. അതുകൊണ്ട് നന്മയുടെ ദാതാവായിട്ടുള്ള ദൈവം ലോകത്തിലുള്ളതെല്ലാം സൃഷ്ടിച്ചു. സവിശേഷതയോടെ മനുഷ്യനെ സൃഷ്ടിച്ചു. വയലിലെ താമരയെക്കുറിച്ച് ഇവിടെ വർണ്ണിക്കുന്നുണ്ട്. വയലിലെ താമര 120 ഇനങ്ങളുള്ള അതിമനോഹരമായ ഒരു സസ്യമാണ്. എത്ര ഇനങ്ങളുള്ള? 120 ഇനങ്ങളുള്ള അതിമനോഹരമായ ഒരു സസ്യമാണ് വയലിലെ താമര. ഗലീല തടാകതീരത്ത് വളരുന്ന ഈ സസ്യത്തെ ദൈവസൃഷ്ടിയുടെ മനോഹാരിത വർണ്ണിക്കുവാൻ യേശു ഉപയോഗിക്കുകയാണ്. ഈ താമര ഗലീല തടാകത്തിൻ്റെ തീരത്താണ് വളരുന്നത്. എന്നാൽ ദൈവസൃഷ്ടിയുടെ മനോഹാരിതയും പരിശുദ്ധിയും അതെത്ര ഭംഗിയുള്ളതാണെന്ന് വർണ്ണിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യം കർത്താവ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ശലോമോൻ്റെ ജ്ഞാനത്തിന് പോലും ഇത്രയും മനോഹാരിത സൂക്ഷിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോന് പോലും ഈ മനോഹാരിത സൂക്ഷിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ദൈവരാജ്യ ജീവിതത്തിനനുസൃതമായ ജീവിത രീതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിപാലനമാണ്. എന്നെ നിങ്ങളെയും ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, ഭൂമിയിലാക്കി, ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് നൽകി. ആ സൃഷ്ടിയുടെ മനോഹാരിതയെക്കുറിച്ച് വർണ്ണിക്കുകയാണ്
അതുകൊണ്ട് ദൈവപരിപാലനം ഏറ്റവും പ്രധാനമാണെന്ന് ഇവിടെ വർണ്ണിക്കുകയാണ്. അതുകൊണ്ട് സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നാം വായിക്കുന്നുണ്ട്, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായത് അല്ല. അതുകൊണ്ട് മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത് സവിശേഷ ബുദ്ധിയായ ഒരു സൃഷ്ടിയാണ്. സസ്യങ്ങളെയും ജന്തുക്കളെയും ദൈവം സൃഷ്ടിച്ചു. ആകാശത്തിലെ പറവകളും വയലിലെ താമരയും ദൈവത്തിൻ്റെ കണ്ണിൽ വിലപ്പെട്ടതാണ്. ആകാശത്തിലെ പറവകളും വയലിലെ താമരയും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ സവിശേഷ ബുദ്ധിയുള്ളതാണ്, ഏറ്റവും പ്രധാനമാണ്. മനുഷ്യൻ നിസ്സാരമെന്ന് കരുതുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ അതിമനോഹരവും അത്ഭുതാമുഖവുമാണെന്ന് സൃഷ്ടി ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ സൃഷ്ടിച്ചാക്കി മനുഷ്യനും തമ്മിലും, മനുഷ്യനും ദൈവവും തമ്മിലും, മനുഷ്യനും പ്രകൃതിയും തമ്മിലും ഒരു വലിയ അഭേദ്യമായ സ്നേഹബന്ധത്തിലാണ് പുലർത്തിയത്. എന്നാൽ അനുസരണക്കേടിൻ്റെയും പാപത്തിൻ്റെയും ഫലമായി മനുഷ്യൻ വീഴ്ചയ്ക്കും മരണത്തിനും വിധേയരായി തീർന്നപ്പോൾ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് തൻ്റെ കാൽവറി മുഖാന്തരം, കുരിശ് മുഖാന്തരം നമ്മെ വീണ്ടെടുത്തു. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിശ്ചയം പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചു. വിചാരപ്പെടുന്ന മനുഷ്യനെ കുറിച്ചാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. തൻ്റെ ചിന്താകുലത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. യേശു കൊടുക്കുന്ന മറുപടിയാണ് വിചാരപ്പെടുന്ന മനുഷ്യനും ചിന്താകുലത്തിൽ വ്യാപൃതരായിരിക്കുന്ന മനുഷ്യനും യേശു കൊടുക്കുന്ന മറുപടിയാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. താമര, വയലിലെ താമര എങ്ങനെ വളരുന്നു, പുല്ല് എങ്ങനെ വളരുന്നു, നിസ്സാരമായതിനെ ദൈവം പരിപാലിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്തെ പ്രതിപാദ്യ വിഷയം. ഞാനും നിങ്ങളും സവിശേഷ ബുദ്ധിയോടെ സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ നിസ്സാരമായതാണ്, നിസ്സാരമായ എന്നെയും നിങ്ങളെയും ദൈവം പരിപാലിക്കുകയാണ്. നമ്മൾ വിചാരപ്പെട്ടിരിക്കുകയാണ്, നമ്മൾ അസൂയ കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്ന നമ്മൾ ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി ടെൻഷൻ പിടിച്ചാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുകയാണ്, അല്ലയോ സഹോദരി, അല്ലയോ സഹോദര, വയലിലെ താമര എങ്ങനെ വളരുന്നു, ആകാശത്തിലെ പറവകൾ അതെങ്ങനെ ജീവിക്കുന്നു, എന്നാൽ അതിനേക്കാൾ എത്രയോ സവിശേഷ ബുദ്ധിയോടെയാണ് അധ്വാനിക്കാനുള്ള കൈകളും നടക്കുവാനുള്ള കാലുകളും ഓർക്കുവാനുള്ള മനസ്സും ചിന്തിപ്പാനുള്ള സവിശേഷ ബുദ്ധിയുമെല്ലാം നൽകപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ടതൊക്കെ നമ്മൾ എന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നിസ്സാരമായതിനെ ദൈവം പരിപാലിക്കുകയാണ്. പുല്ലും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വിലയേറിയതാണ്. പുല്ലും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ വിലയേറിയതാണ്. എല്ലാത്തിനും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ഉദ്ദേശമില്ലാതെ ഒന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. മറ്റൊരു കാര്യം ഈ ഭാഗത്ത് ഞാൻ ഓർപ്പിക്കുന്നത്, മനുഷ്യൻ്റെ ദൗത്യമേഖലയെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദൈവത്തിൻ്റെ രക്ഷാദൗത്യത്തിൽ മനുഷ്യൻ പങ്കുചേരുവാൻ വേണ്ടിയുള്ള ആഹ്വാനമാണ് ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. വർദ്ധിക്കുകയും പെരുകുകയും ചെയ്യുന്ന അനുഭവം സൃഷ്ടിയുടെ സമൃദ്ധമായ അനുഭവമാണ്. അത് ഉൽപ്പത്തി പുസ്തകം 1 മുതൽ നമ്മൾ വായിക്കുന്നുണ്ട്. വർദ്ധിക്കുകയും പെരുകുകയും ചെയ്യുന്ന അനുഭവം സൃഷ്ടിയുടെ സമൃദ്ധമായ അനുഭവമാണ്. പാഴും ശൂന്യമായതിനെ ദൈവം യഥാസ്ഥാനപ്പെടുത്തി. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വസ്തുക്കളും അവിടെ ഇവിടെ ഉണ്ട്. എന്നാൽ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരിക്കേണ്ടതുപോലെ ഇരിക്കുമ്പോഴാണ് സൗന്ദര്യം ഉള്ളത്. ലോകത്തിലുള്ള എല്ലാം സൃഷ്ടിച്ചു, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചു, വളരെ സൗന്ദര്യമുള്ളതാക്കി സൃഷ്ടിച്ചു. നമ്മളെക്കാൾ സൗന്ദര്യമുള്ളത് ലോകത്തിൽ ആരും ഇല്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും സൗന്ദര്യമുള്ളവരാണ്. മനുഷ്യൻ ബന്ധങ്ങളുടെ ഉദാത്തമായ മാതൃകയാണ്. മനുഷ്യൻ ബന്ധങ്ങളുടെ ഉദാർത്ഥമായ മാതൃകയാണ്. ബന്ധങ്ങളില്ലെങ്കിൽ ലോകത്ത് നമുക്ക് ജീവിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും മനുഷ്യ ജീവിതത്തിലാണ് ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഊഷ്മളമായി ബന്ധപ്പെടുമ്പോഴാണ് പുതിയ ആകാശവും പുതിയ സൃഷ്ടിയും ലോകത്ത് സൃഷ്ടിക്കപ്പെടുന്നത്. മനുഷ്യനും
പ്രകൃതിയും ഊഷ്മളമായി ബന്ധപ്പെടുമ്പോഴാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം ഞാൻ ഓർപ്പിച്ചല്ലോ, ആർജിക്കേണ്ടതായിട്ടുള്ള സ്വർഗീയ സമ്പത്താണ്. യഹൂദ മതബോധത്തിൻ്റെയും റോമൻ സാമ്രാജ്യ ശക്തികളുടെയും ഇടയിൽ ഞെരിഞ്ഞമർന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ ഗലീല കടൽ തീരത്ത് യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് വന്നു. അങ്ങനെയുള്ള പാവങ്ങളോടുള്ള ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഉപദേശിക്കുന്നതായിട്ടുള്ള ഭാഗമാണ് ഇന്ന് വായിച്ചു കേട്ടതായിട്ടുള്ള ഭാഗം. ശലോമോന് പോലും തൻ്റെ സ്വർഗരാജ്യത്തിൽ തൻ്റെ സർവമഹത്വത്തിൽ ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങൾ എത്ര അധികം. ആകയാൽ നാം എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കുമെന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഗലീല തടാകത്തിൻ്റെ തീരത്ത് യേശുക്രിസ്തുവിന്റെ ഉപദേശം കേൾക്കുവാൻ വന്ന പാവങ്ങളായിട്ടുള്ള ആളുകളോട്, മുഖ്യന്മാരായിട്ടുള്ള ആളുകളോട്, മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളോട് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ചും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളെക്കുറിച്ചും യേശു പഠിപ്പിക്കുകയാണ്. സാമ്രാജ്യ ശക്തികളുടെ ഇടയിൽ ഞെരിഞ്ഞമരുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ യേശുവിൻ്റെ അടുത്ത് സുവിശേഷം കേൾക്കുവാനായി അവരോട് പറയുന്നതായിട്ടുള്ള ഉപദേശമാണ്: ലോകത്തിൻ്റെ നിക്ഷേപം നശിക്കുന്നുവെങ്കിലും നശിക്കാത്ത നിക്ഷേപം സ്വർഗരാജ്യത്തിൽ നിനക്ക് ഉണ്ട്. ലോകത്തിൻ്റെ നിന്റെ പണവും എൻ്റെ നിങ്ങളുടെയും സൗന്ദര്യവും വിദ്യാഭ്യാസവും പണവും ഭൗതികമായിട്ടുള്ള സമ്പത്തുകളെല്ലാം നശിച്ചു പോകുന്നവയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇതെല്ലാം ചപ്പും ചവറുമാണ്. ഇതെല്ലാം ചപ്പും ചവറുമാണ്. അതുകൊണ്ട് ലോകപ്രകാരം നേടാൻ കഴിയുന്നതെല്ലാം നേടിയാലും അതെല്ലാം ലോകപ്രകാരം ഒരു സെക്കൻഡ് പോലും നിലനിൽക്കുകയില്ല, എല്ലാം നശിച്ചു പോകും. എന്നാൽ നശിക്കാത്തതായിട്ടുള്ള നിക്ഷേപം സ്വർഗത്തിൽ നിനക്കുണ്ട്. ഭൂമിയിൽ നിക്ഷേപമല്ലാത്ത പാവങ്ങൾ, ഭൂമിയിൽ നിക്ഷേപമില്ലാത്തതായിട്ടുള്ള പാവങ്ങൾ ഗലീല ആ തടാകത്തിന് തീരത്ത് വചനം കേൾക്കുവാൻ ചെന്നപ്പോൾ അവരോടുള്ള ദൈവത്തിൻ്റെ പുതിയ ഉൾക്കാഴ്ചകളാണ്, നല്ല വിളക്കുകളാണ് തങ്ങളുടെ കണ്ണുകൾ എന്നുള്ള ബോധ്യം അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ നിക്ഷേപം നഷ്ടപ്പെടുന്നവയാണ്. സ്വർഗത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക ക്രമം നിങ്ങൾക്കുണ്ടായിരിക്കണമെന്ന് യേശു പറയുകയാണ്. മറ്റൊരു കാര്യം കൂടെ ഇവിടെ ഉപദേശിക്കുന്നത് സംതൃപ്തി നൽകുന്ന ഒരു വലിയ ശക്തിയെക്കുറിച്ചാണ്. അത്യാഗ്രഹവും അസൂയയും നാളെക്കുറിച്ചുള്ള വിചാരവും നമ്മെ തളർത്തുമ്പോൾ എന്തിനാണ് ഇത്ര വിചാരപ്പെടുന്നത്? അത്യാഗ്രഹവും അസൂയയും നാളെക്കുറിച്ചുള്ള വിചാരവും നമ്മളെ തളർത്തുമ്പോൾ എന്തിനാണ് ഇത്ര വിചാരപ്പെടുന്നത്? ഇന്നത്തെ പ്രതിസന്ധിയിലാണ് ആകുലചിന്ത, സമാധാനമില്ലാത്ത അവസ്ഥ. ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടെങ്കിലും വലിയൊരു പ്രതിസന്ധിയാണ് ആകുലചിന്ത. പ്രത്യേകിച്ച് ഈ കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ കോവിഡിൻ്റെ വാക്സിനൊക്കെ എടുത്ത് കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് പെട്ടെന്ന് കോപം ഉണ്ടാകുകയും ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യരുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആകുലചിന്തകൾ കൂടിപ്പോയി, വ്യാകുലതകൾ കൂടിപ്പോയി. നാളെക്കുറിച്ച് വിചാരപ്പെടുന്ന ജീവിതാനുഭവങ്ങൾ വളരെയധികം വർദ്ധിച്ചുപോയി. എന്തിനാണ് ഇത്ര വിചാരപ്പെടുന്നത്? അത്യാഗ്രഹവും അസൂയയും നാളെക്കുറിച്ചുള്ള വിചാരവും നമ്മെ തളർത്തുമ്പോൾ എന്തിനാണ് വിചാരപ്പെടുന്നത്? ഇന്നത്തെ പ്രതിസന്ധിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ആകുലചിന്ത, സമാധാനമില്ലാത്ത അവസ്ഥ, സംതൃപ്തിയില്ലാത്ത ജീവിതം. പള്ളിയിൽ വരുന്നു, വിശുദ്ധ കുർബാന കൈക്കൊള്ളുന്നു, വീട്ടിൽ പോകുന്നു, ഉറങ്ങുന്നു, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തോ ഒരു അസംതൃപ്തി ജീവിതത്തെ ഭരിക്കുകയാണ്. എവിടെ പോയാൽ ഈ ഭാരങ്ങളെ ഒന്ന് ഇറക്കി വയ്ക്കാനായിട്ട് കഴിയും? എവിടെ പോയാൽ എൻ്റെ ജീവിതത്തിൻ്റെ ആകുല ചിന്തകളെയും അസമാധാനത്തെയും ആ സംതൃപ്തിയില്ലാത്ത ജീവിതാനുഭവങ്ങളെയും ഇറക്കി വയ്ക്കുവാൻ കഴിയും എന്ന് വിചാരപ്പെടുന്ന മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ വലിയ ആഹ്വാനമാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾ കിട്ടും. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ദൈവജനമേ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ
നല്ല സുവിശേഷ ഭാഗങ്ങളൊക്കെ കേൾക്കുവാനായിട്ട് സാധിച്ചു. എത്ര പേർക്ക് അത് ജീവിതത്തിൽ പ്രയോജനപ്പെട്ടു എന്നുള്ളത് നാം സ്വയം വിചിന്തനം നടത്തണം. ഇനിയും കൺവെൻഷൻ്റെ കാലഘട്ടമാണ്. കൊട്ടാരക്കര കൺവെൻഷനും മരാമൺ മഹായോഗവും ഒക്കെ നമ്മൾ കേൾക്കുന്നു. ചിലർ പോയി കേൾക്കുന്നു, ചിലർ ആ ലിങ്കിലൂടെ നമ്മൾ വീട്ടിലിരുന്ന് സ്വസ്ഥമായി ഇതൊക്കെ കേൾക്കുന്നു. എന്നാൽ വിചാരപ്പെടുന്ന മനുഷ്യനാണോ? സമാധാനം നഷ്ടപ്പെടുന്ന മനുഷ്യനാണോ? വ്യാകുല ചിന്തയോടെ ഇരിക്കുന്ന മനുഷ്യനാണോ? അസംതൃപ്തിയിൽ ജീവിക്കുന്നവനാണോ? നിന്റെ നിക്ഷേപം സ്വർഗരാജ്യത്തിലായിരിക്കട്ടെ. നിന്റെ നിക്ഷേപം ദൈവത്തിലായിരിക്കട്ടെ. നിന്റെ സകലവും ദൈവത്തിൽ ഫലമേൽപ്പിച്ച് നിന്റെ വ്യാകുലതയും ആകുല ചിന്തയും ദൈവത്തിൽ ഫലമേൽപ്പിച്ച് ജീവിപ്പാൻ നമുക്കൊരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരാൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം.